ക്രിസ്തു ജെറുസലേമിലേക്ക് രാജാവായി എഴുന്നള്ളിയതിന്റെ ഓർമ്മയാചരണവുമായി ലോകമെമ്പാടും ഓശാന ഞായർ ആചരിക്കുന്നു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനം കൂടിയാണ് ഓശാന ഞായർ. ഭരണാധികാരികളുടെ ക്രൂരതയിൽ മനം നൊന്ത് രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന യഹൂദ ജനതയ്ക്ക് പുത്തൻ പ്രതീക്ഷയായിരുന്നു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനം. വിനയത്തിന്റെ അടയാളമായ കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് എഴുന്നള്ളിയ ക്രിസ്തു ഒലിവിലകൾ കയ്യിലേന്തി ഓശാന ഗീതികൾ പാടിയായിരുന്നു ജനം എതിരേറ്റത്. ഹെബ്രായ ഭാഷയിൽ ഓശാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷ അടുത്തിരിക്കുന്നു, ഇപ്പോൾ ഞാൻ രക്ഷ നേടും എന്നൊക്കെയാണ്. ഈസ്റ്ററിന്റെ തൊട്ടു മുമ്പത്തെ ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ പാം സൺഡേ ആഘോഷിക്കുന്നത്. ഓശാന പെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ ദേവാലയങ്ങളിൽ കുരുത്തോലയുമായി ഘോഷയാത്ര നടത്തും. ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണിത്. ഓശാന ഞായറോട് കൂടി ക്രൈസ്തവർക്ക് വിശുദ്ധവാരം ആരംഭിക്കുകയാണ്. ഇനിയുള്ള ഒരാഴ്ച തീവ്ര നോമ്പിന്റെയും പീഡാസഹന ഓർമ്മ ആചരണത്തിന്റെയും പുണ്യ ദിവസങ്ങളാണ്. പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഓരോ ക്രൈസ്തവനും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഓശാന ഞായറാഴ്ച പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കുരുത്തോലയും വിശ്വാസികൾ കൊണ്ടുപോകുന്നു. പെസഹ വ്യാഴാഴ്ച അന്ത്യത്താഴത്തിന്റെ സ്മരണയ്ക്കായി ഉണ്ടാക്കുന്ന കുരിശപ്പത്തിന്റെ മുകളിൽ കുരിശാകൃതിയിൽ വെക്കാനും പാലിലിടാനും ഓശാന ഞായറാഴ്ച ലഭിക്കുന്ന കുരുത്തോലയാണ് ഉപയോഗിക്കുക. ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ആഴ്ചയാണ് ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ച. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് കുർബാന കൈക്കൊള്ളുകയും ചെയ്യണം എന്ന തിരുസഭയുടെ കൽപ്പന വ്യക്തമാക്കുന്നതും ക്രൈസ്തവർക്കിടയിലുള്ള വിശുദ്ധവാരത്തിന്റെ ഈ പ്രാധാന്യം തന്നെയാണ്.